Tips to improve fertility as per evidence from Fertility Expert Society guideline. Tip number 1. വൈറ്റമിൻ B9 അഥവാ ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. റിമെമ്പർ, ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നതും ഫോളേറ്റ് എന്ന് പറയുന്നതും ഒന്നല്ല. ഫോളിക് ആസിഡ് ഇസ് എ മാൻമെയ്ഡ് സിന്തറ്റിക് ഫോം ഓഫ് എ വൈറ്റമിൻ, വൈൽ ഫോളേറ്റ് എന്ന് പറയുന്നത് ഇസ് എ നാച്ചുറലി അക്കറിംഗ് വൈറ്റമിൻ. വൈറ്റമിൻ B9 എന്ന് പറയും. It is richly found in foods like green leafy vegetables, meat, fish, especially seafood, nuts and all. So ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ അല്ലെങ്കിലും ഓവർ കുക്കിംഗ് ക്യാൻ ലീഡ് ടു ഡീഗ്രഡേഷൻ ഓഫ് ദിസ് വൈറ്റമിൻ. Folate is very important for the synthesis of blood cells and DNA, and deficiency of folate can lead to birth defects in children. ഈ സ്പൈന ബൈഫിഡ പോലുള്ള ജനറ്റിക് പ്രോബ്ലംസ് ഒക്കെ ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. സോ ഈ ഡയറ്ററി മോഡിഫിക്കേഷനിലെ ഒരു പരിധി വരെ നമുക്ക് ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 2. Consume foods rich in omega-3. Omega-3 plays an important role in regulation of hormones, reducing inflammation, and it is also found to be good for egg and sperm health. So, ഏതൊക്കെയാണ് omega-3 rich ആയിട്ടുള്ള ഫുഡ്? It is richly found in nuts, oily fish like these. So, having all this food in diet is really beneficial. Omega-3 fertilityക്ക് വേണ്ടി മാത്രമല്ല, it is also important for immunity, heart health, skin, anti-aging and all. Tip number 3. Have vitamin D supplementation. I can almost vouch, vitamin D supplementation എടുക്കാത്ത ഒരുമാതിരി എല്ലാ ആളുകളും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിൽ വെയിൽ തട്ടുമ്പോഴാണ് ഈ ഒരു വൈറ്റമിൻ ഉണ്ടാകുന്നത്. ഇനി വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ മാത്രമേ നമുക്ക് വേണ്ട അളവിൽ ബോഡിയിൽ ഈ വൈറ്റമിൻ കിട്ടുകയുള്ളൂ. ചില ഫുഡ്സ് ലൈക്ക് ഫിഷിലൊക്കെ ഈ വൈറ്റമിൻ ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ട അളവിൽ ഇത് ഒപ്റ്റിമം ലെവലിൽ വേണമെങ്കിൽ വി നീഡ് ടു സപ്ലിമെന്റ് ഇറ്റ് ത്രൂ മെഡിസിൻ. ഈ സപ്ലിമെന്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ദർ ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് വൈറ്റമിൻ ഡി. പക്ഷേ കോളികാൽസിഫെറോൾ ഫോം ഇസ് ഫൗണ്ട് ടു ബി മാർജിനലി ബെറ്റർ വെൻ കമ്പയർഡ് ടു അതർ ഫോംസ്. ടിപ്പ് നമ്പർ 4. അവോയ്ഡ് സീഡ് ഓയിൽസ് ലൈക്ക് sunflower oil, canola oil and all. These oils are found to be very pro-inflammatory, and all this recent medical research are saying that inflammation is the root cause of majority of the chronic illness. അപ്പോൾ നമുക്ക് ഈ സീഡ് ഓയിലിനൊക്കെ പകരം എന്താ ഉപയോഗിക്കാൻ പറ്റുക? വി ക്യാൻ യൂസ് ഒലിവ് ഓയിൽ. പക്ഷേ ഒലിവ് ഓയിൽ ഈ സാലഡിനൊക്കെ അല്ലാതെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഡീപ് ഫ്രൈയിങ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനൊന്നും ഈ ഒലിവ് ഓയിൽ പറ്റില്ല. സോ വാട്ട് എൽസ് ക്യാൻ വി യൂസ്? വി ക്യാൻ യൂസ് കോക്കനട്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, ബട്ടർ, ഗീ ആൻഡ് ഓൾ. പക്ഷേ റിമെമ്പർ, മോഡറേഷൻ ഇസ് ദ കീ. ടിപ്പ് നമ്പർ 5. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായി കഴിക്കുക. ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മാംഗോ, ചിക്കു മുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, ഹൈ ഷുഗറി ഫ്രൂട്ട്സ് കഴിവതും റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കേണ്ടതാണ്. കാരണം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ലെവൽ കൂടാനും അത് കാരണം വെയിറ്റ് ഗെയിനും സാധ്യതയുണ്ട്. സോ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള സിട്രസി ഫ്രൂട്ട്സ്, ഓറഞ്ച്, മെലൺസ് ഒക്കെ കൂടുതലായി കഴിച്ച്, വാട്ടർമെലൺ അതെല്ലാം കഴിച്ച് മറ്റ് ഈ ഹൈ ഷുഗറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.